നമ്മുടെ സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധന കാലമൊക്കെ കഴിഞ്ഞല്ലോ. പക്ഷേ ഈ കാലം കഴിഞ്ഞിട്ടും മത്സ്യത്തൊഴിലാളികളുടെ സമ്പാദ്യ സമാശ്വാസ പദ്ധതിയിലെ പണം സർക്കാർ ഇനിയും നൽകിയിട്ടില്ല. പദ്ധതിയുടെ ഭാഗമായി ലഭിക്കേണ്ട 4500 രൂപയിൽ 1500 രൂപ മാത്രമാണ് ലഭിച്ചത്. കേന്ദ്ര വിഹിതം അനുവദിച്ചു കിട്ടാത്തതാണ് 2 ഗഡുക്കൾ വൈകാനുള്ള കാരണമെന്ന് ഫിഷറീസ് വകുപ്പ് വിശദീകരിക്കുന്നുണ്ട്. സമാശ്വാസ തുകയ്ക്കായി ഫിഷറീസ് ഓഫീസുകൾ കയറിയിറങ്ങുകയാണ് മത്സ്യത്തൊഴിലാളികൾ. കാണാം ന്യൂസ് മലയാളം ദ ബിഗസ്റ്റ്. കൃത്യതയോടുകൂടി വാങ്ങാൻ തയ്യാറുണ്ടെങ്കിൽ കൊടുക്കാനും തയ്യാറായിട്ട് വേണം സർക്കാർ ഈ പണം വാങ്ങാൻ. ഒന്നെങ്കിൽ ഇവിടെ ഇരിക്കുന്ന അധികാരികളുടെ മുമ്പിലേക്ക് ആയിരിക്കില്ല ഞങ്ങൾ സമരം. ഇവർ കിടന്നുറങ്ങുന്ന വീടുകളിലേക്ക് ഞങ്ങൾ അതാത് പ്രദേശത്തുള്ള ആളുകൾ പോകേണ്ടി വരും. മൺസൂൺ ട്രോളിംഗ് നിരോധന കാലത്ത് പ്രതിസന്ധിയിലാകുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് ആശ്വാസമേകുന്നതിനു വേണ്ടിയാണ് സമ്പാദ്യ സമാശ്വാസ പദ്ധതിക്ക് സർക്കാർ തുടക്കമിട്ടത്. 4500 രൂപയാണ് സമ്പാദ്യ സമാശ്വാസ പദ്ധതിയിലെ തുക. തൊഴിലാളികൾ 1500 രൂപ അടയ്ക്കുമ്പോൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും ഇതേ തുക ചേർത്ത് മെയ്, ജൂൺ, ജൂലൈ മാസങ്ങളിൽ 3 ഗഡുക്കളായി മത്സ്യത്തൊഴിലാളികൾക്ക് വിതരണം ചെയ്യുന്നതാണ് പദ്ധതി. സംസ്ഥാനത്തെ 1,49,755 മത്സ്യത്തൊഴിലാളികളാണ് പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇതിൽ 1,35,625 പേർ സമുദ്രമേഖലയിൽ നിന്നും 14,130 പേർ ഉൾനാടൻ മേഖലയിൽ നിന്നുമാണ്. ഇവരിൽ നിന്ന് ഗുണഭോക്തൃ വിഹിതമായി 20.95 കോടി രൂപ സമാഹരിച്ച് ആദ്യ ഗഡുവായി അവർക്ക് തിരികെ നൽകി കഴിഞ്ഞു. കടൽ മത്സ്യത്തൊഴിലാളികൾക്ക് മെയ്, ജൂൺ, ജൂലൈ മാസങ്ങളിലും ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾക്ക് ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളിലുമായി തുക അനുവദിക്കണം. എന്നാൽ മത്സ്യത്തൊഴിലാളികൾക്ക് അവർ അടച്ച ഗുണഭോക്തൃ വിഹിതമായ 1500 രൂപ മാത്രമാണ് ഇതുവരെ ലഭിച്ചത്. കേന്ദ്ര സംസ്ഥാന സർക്കാർ വിഹിതമായ 3000 രൂപ ഇനിയും ലഭിച്ചിട്ടില്ല. സമാശ്വാസ പദ്ധതി തുകയ്ക്കായി ഇപ്പോൾ ഫിഷറീസ് ഓഫീസുകൾ കയറി ഇറങ്ങുകയാണ് മത്സ്യത്തൊഴിലാളികൾ. ഞങ്ങൾക്കിത് ശരിക്കും കിട്ടേണ്ടത് പഞ്ഞമാസങ്ങളിലാണ് കിട്ടേണ്ടത്. ട്രോൾ ബാൻ്റെ സമയത്താണ് ഈ പൈസ കിട്ടുന്നത്, അതായത് ജൂൺ, ജൂലൈ മാസത്തിൽ. പക്ഷേ ഇത് സെപ്റ്റംബറായി, ഇതുവരെ കിട്ടിയിട്ടില്ല. ഇപ്പോൾ 4-5 വർഷങ്ങളായി ഇവർ ഈ ഒരു കാരണം പറഞ്ഞിട്ട് ഇത് ലേറ്റാക്കുന്നു പൈസ. ഞങ്ങളെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പണി വരെ ഒഴിവാക്കിയിട്ടാണ് ഇവിടെ വന്ന് കാര്യങ്ങൾ അന്വേഷിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഞങ്ങൾ ആ കാര്യങ്ങൾ അന്വേഷിക്കുമ്പോൾ ഇവിടെ വന്നാൽ അത് നമ്മളോട് പറയണത് നമുക്ക് ആർക്കും ഒരു അരിയാഹാരം കഴിക്കുന്ന ആളുകൾക്ക് ദഹിക്കാത്ത രീതിയിലുള്ള മറുപടികളാണ് പറഞ്ഞത്. സമ്പാദ്യ സമാശ്വാസ പദ്ധതിക്കായി 20.95 കോടി രൂപയാണ് കേന്ദ്രം സംസ്ഥാനത്തിന് അനുവദിക്കേണ്ടത്. കേന്ദ്ര വിഹിതം അനുവദിച്ചു കിട്ടാത്തതാണ് 2 ഗഡുക്കൾ വൈകാൻ കാരണം. കേന്ദ്ര ധനമന്ത്രാലയത്തിന്റെ പബ്ലിക് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് സിസ്റ്റം വഴി മാത്രമേ ഫണ്ട് വിതരണം ചെയ്യാവൂ എന്ന കേന്ദ്ര നിർദ്ദേശം മൂലമാണ് സംസ്ഥാന വിഹിതം പോലും വിതരണം ചെയ്യാൻ കഴിയാത്തതെന്നാണ് ഫിഷറീസ് വകുപ്പിന്റെ വിശദീകരണം. പ്രതികൂല കാലാവസ്ഥയും തുടരെ ഉണ്ടായ കപ്പലപകടങ്ങളും മൂലം കഴിഞ്ഞ മാസങ്ങളിൽ മിക്ക ദിവസങ്ങളിലും മത്സ്യത്തൊഴിലാളികൾക്ക് കടലിലിറങ്ങാൻ കഴിഞ്ഞിരുന്നില്ല. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് അനുഭവിക്കുന്നതെന്നും പഞ്ഞമാസ ആശ്വാസത്തിന്റെ 2-3 ഗഡുക്കൾ അനുവദിക്കാൻ സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും മത്സ്യത്തൊഴിലാളികൾ പറയുന്നു. ഇത് അവർ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വലിയൊരു പ്രക്ഷോഭം DDO ഓഫീസ് സാക്ഷ്യം വെക്കേണ്ടി വരും. അത് ധർണമൊന്നായിട്ടായിരിക്കും ഞങ്ങൾ വരിക. ഞങ്ങൾ വരുന്ന സമയത്ത് ഓഫീസിലേക്ക് ഒരാൾക്ക് കയറാൻ കഴിയില്ല. ആ രൂപത്തിലാണ് ഭാരതീയ മത്സ്യപ്രവർത്തക സംഘത്തിന്റെ ജില്ലയുടെ ആളുകൾ ഈ ഗേറ്റ് വന്ന് ഉപരോധിക്കും. അത്തരത്തിൽ സമര പരിപാടികളായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. തൊഴിൽ ദിനം എന്ന് പറഞ്ഞാൽ ആകെ ഞങ്ങൾക്ക് കിട്ടുന്ന 100 ദിവസം. അതിൽ തന്നെ പണിക്ക് വേണ്ടി കിട്ടാത്തവരുണ്ട്. ഒരുപാട് ഇന്ധന ചെലവുകൾ സഹിച്ച് കടം വന്ന് വീട് വരെ ജപ്തിയ ആൾക്കാരുണ്ട്. ആ നിലയ്ക്ക് ജീവിതം തന്നെ മുങ്ങിത്താഴ് നിൽക്കുന്ന സമയത്ത് ഞങ്ങൾ വെച്ച് വിലപേശ നിൽക്കുന്ന ഒരാളെ ഞങ്ങൾ വെറുതെ വിടാൻ തയ്യാറല്ല. മത്സ്യബന്ധന മേഖല ഏറെ പ്രതിസന്ധികളിലൂടെ കടന്നുപോകുന്ന കാലഘട്ടമായിട്ടും സർക്കാരിൽ നിന്നും തുടരെ അവഗണനകൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് മത്സ്യത്തൊഴിലാളി സമൂഹം. കഴിഞ്ഞ മാസങ്ങളിൽ തുടർച്ചയായി ഉണ്ടായ കപ്പൽ അപകടങ്ങളും പ്രതികൂല കാലാവസ്ഥയും അശാസ്ത്രീയ മത്സ്യബന്ധനവുമെല്ലാം ഈ മേഖലയുടെ നടുവൊടിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോഴിതാ സമ്പാദ്യ സമാശ്വാസ പദ്ധതിയിലെ തുകയും വൈകുകയാണ്. പ്രശ്നങ്ങൾക്ക് എത്രയും പെട്ടെന്ന് പരിഹാരമുണ്ടാകണമെന്ന് മാത്രമാണ് മത്സ്യത്തൊഴിലാളികൾക്ക് പറയാനുള്ളത്. ദിൽഷ തിലകൻ, ന്യൂസ് മലയാളം, കോഴിക്കോട്.